സായി ജിൻഡോ സായിയെ പറ്റി പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ മനസ്സിലാവുന്നില്ല, ജിൻഡോയ്ക്ക് സായിയെ മാത്രം മനസ്സിലാവുന്നില്ല. സീക്രട്ട് ഏജന്റ് ആയിട്ട് വന്നു, പിന്നെ സായിയായി, പിന്നെ മനുഷ്യനായി, ഇപ്പൊ കണ്ണനായി. ആളവിടെ കിടന്ന് വെറുതെ ഇങ്ങനെ എന്താ പറയാ, ഒരു ഒന്നിൻ്റെ കൂടെ ഒരു തള്ളുന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്കിപ്പായി പോവാന്നല്ലാതെ ആള് ശരിയാണ്, ഭയങ്കര ഗുഡ് ഹാർട്ടാണ്, ഗുഡ് സോളാണ്, നല്ലൊരു ഹൃദയത്തിന് ഉടമയാണ്, പല കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പുറത്ത് എനിക്ക് പേഴ്സണലി സായി അറിയുന്ന ഒരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ സായി ബിഗ് ബോസിൽ കയറിയാൽ മറയ്ക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തന്നിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എതിർത്ത് സംസാരിക്കും, ജിൻഡോനെ ടാർഗറ്റ് ചെയ്യും, ജാസ്മിനെ ടാർഗറ്റ് ചെയ്യും, അത് ചെയ്ത് അപ്പോൾ ഈവൻ ഞാൻ പോലും സംസാരിച്ചിട്ടുണ്ട് സായി വൈൽഡ് കാർഡായിട്ട് കയറി കഴിഞ്ഞാൽ പൊളിക്കുന്നത്. കാരണം അങ്ങനെ ഒരു അപ്രോച്ചാണ് നമുക്ക് തന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് കയറിയതിന് ശേഷവും സായി പറഞ്ഞ സംഭവം തന്നെ സീക്രട്ട് ഏജന്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ട, സായി ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഓക്കെ, സായി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴും വാ തുറക്കുന്നവർക്ക് അവിടെ തുറക്കുന്നില്ല. അപ്പൊ ജിൻഡോ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ പല വേർഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, സായി എന്താ കാണിക്കുന്നത്, എങ്ങോട്ടാണ്. ഇപ്പോൾ സിജോയോ ആരോ പറഞ്ഞു നന്ദന സായി ടോപ്പ് 5 വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ചായ കപ്പ് എടുക്കാനുള്ള ചാൻസ് ഉള്ളൂ. ബിഗ് ബോസിന്റെ കപ്പൊന്നും സായിക്ക് കിട്ടാൻ പോണില്ല. അതിന്റെ ഒരു അപ്രോച്ച് അവിടെ ആ രീതിയിൽ കാണിച്ചിട്ടില്ല. ആസ് എ പ്രേക്ഷക എന്നുള്ള രീതിയിൽ കപ്പ് എടുക്കാവുന്ന രീതിയിലോട്ട് സായിയുടെ ഗെയിം വന്നിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഋഷി മെൻഷൻ ചെയ്ത ഒരു അടിപൊളി മെൻഷനിങ് ഉണ്ട്. സായി സീക്രട്ട് ഏജന്റ് എന്താണെന്ന്, സായി കൃഷ്ണ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നത്. അത് അറിഞ്ഞിട്ടുണ്ട് ഏകദേശം. അത് അറിഞ്ഞ സ്ഥിതിക്ക് വീട്ടിൽ പോകണേ നല്ലതെന്ന്. വീട്ടിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ ബിഗ് ബോസ് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരാൾ ഫിറ്റല്ല എന്ന സെൻസ് ലൈക്ക് ആസ് എ ഗെയിമർ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, ആസ് എ ഫൈറ്റർ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സായി സൈഡ് തിരിഞ്ഞ് അവിടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നന്ദനായിട്ട് നല്ലൊരു കോംബോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നന്ദന, അഭിഷേക്, മറ്റേ വെണ്ണില കൊമ്പില് രാപ്പാടി, ആ പാട്ടൊക്കെ വെച്ചുള്ള സാധനം പോവാന്നല്ലാതെ ഒരു മറ്റുള്ളവർ വെച്ച് കമ്പാരിറ്റീവ്ലി ടാസ്കിലും ഓക്കെയാണ്. പക്ഷെ ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്, ഫിസിക്കലി ടാസ്കും ടോക്കും മൈൻഡും എല്ലാം കൂടി ചേർന്നിട്ടില്ല. ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഈവൺ ഒരു ടിഷ്യൂ നിലത്തിട്ട് അങ്ങനെ ന്യൂക്ക് ആൻഡ് കോർണർ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ നോക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പം സായി ഈ പറഞ്ഞ മാതിരി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ കണ്ണനായിട്ട് ഇരിക്കുന്നു, ഇനി എന്തായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്കറിയത്തില്ല. അപ്പൊ ഋഷി പറഞ്ഞ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അറിഞ്ഞ സ്ഥിതിക്ക് വീട്ടിൽ പോകണത് തന്നെയാണ് നല്ലത്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യാം.